ഏന്തി കയ്യിൽ പെട്രോളുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് നൌഷാദ്. നൌഷാദിനെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. 14 ലക്ഷം തന്നില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് നൌഷാദ് പറയുന്നത്. 14 ലക്ഷം രൂപ എന്റെ അടുത്ത് നിന്ന് കത്തുകൊണ്ട് പോയിട്ട് പോലീസിനെ അറിയിച്ചോ? ഞാൻ അറിയിക്കും. അവിടെ ഇരിക്കേ അല്ലെങ്കിൽ എന്റെ അടുത്ത് പൈസ തീരുമാനിക്കട്ടെ. ഞാൻ പോകില്ല. കാരണം ഞാൻ പോലീസിനെ അറിയിച്ചതാണ്, ഞാൻ SP അറിയിച്ചതാണ്, മുഖ്യമന്ത്രിയുടെ PA അറിയിച്ചു, ഈ നാട്ടിലെ നിയമ സംവിധാനത്തിൽ മുഴുവൻ ഞാൻ അറിയിച്ചു. 14 ലക്ഷം രൂപ ഞാനിതാ വിശ്വസിച്ച്, ഈ പാർട്ടിയെ വിശ്വസിച്ച് ഞാൻ കൊടുത്തത്. ഈ പാർട്ടി, ഈ കൊടി നെഞ്ചോട് ചേർത്ത് ഞാൻ വിശ്വസിച്ച ആളാ. എന്നിട്ട് ഇതിന്റെ ഡയറക്ടർമാര് എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് കള്ളപ്പണം വിളിപ്പിച്ചു. ഈ ഇരിക്കുന്ന ആൾക്കൊക്കെ കൃത്യമായി. വയനാട്ടിൽ നിന്ന് റോബിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. റോബിൻ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? വിവരങ്ങൾ. ജയിലിൽ വരെ കടത്തിയ ആളുകളാണ്. നിമി, നൌഷാദ് ഇപ്പോഴും ബ്രഹ്മഗിരിയിലെ ആസ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ്. പെട്രോളും അതുപോലെ തന്നെ CPM-ന്റെ പാർട്ടി പതാകയും പോലീസ് പിടിച്ചു വാങ്ങി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യാ ഭീഷണിയുമായി ഇപ്പോഴും നൌഷാദ് ഇവിടെ ഇരിക്കുന്നു. കൂടുതൽ പോലീസ് കൂടി ഈ ഒരു ഘട്ടത്തിൽ എത്തുന്നുണ്ട്. എന്താ നൌഷാദ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നൌഷാദിന്റെ പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ ചേട്ടാ. അദ്ദേഹം പറഞ്ഞത് പാർട്ടി നേതാക്കൾ, CPM നേതാക്കൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് തന്നോട് പണം വാങ്ങിയെടുത്തത്, 16 ലക്ഷം രൂപ. പക്ഷേ ആ പണം തിരികെ നൽകിയില്ല. മുഖ്യമന്ത്രിക്ക് അറിയാം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയാം, അദ്ദേഹത്തോടൊക്കെ പലതവണ പരാതി പറഞ്ഞു. പക്ഷേ നൌഷാദിനെ പോലുള്ള പല ആളുകളുടെ പരാതികൾ ഇപ്പോഴും ഇതിൽ സജീവമായി തന്നെ ഉണ്ട്. എന്തായാലും നൌഷാദ് ആ തീരുമാനത്തിൽ നിന്ന് പോയില്ല. എന്തായാലും ഇനി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി ജീവൻ കൊടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താ നൌഷാദ്, ഇപ്പോൾ പലതവണ എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം പരാതി കൊടുത്തിരുന്നു ഈ വിഷയത്തിൽ, അല്ലേ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ PA, അങ്ങനെയുള്ള സകല ആളുകൾക്കും പരാതി കൊടുത്തു. ഇവർ കട്ടോണ്ട് പോയതാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. പലതവണ അവരടുത്ത് പരാതി പറഞ്ഞതാണ്. ഇത് വയനാട് ജില്ലയിലെ ചില പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചെയ്തു വെച്ച തോന്നിവാസമാണ്. അത് ഇവിടെ പരിഹരിക്കാം എന്നല്ലാണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവര് എടുത്ത് കട്ടുകൊണ്ടുപോയ പൈസ ഇവർ തരട്ടെ, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണോ മേടിച്ചത്, കൽപ്പറ്റ AKG ഭവനിൽ വെച്ചിട്ടാണ് ഈ പൈസ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അവിടെ പോയിട്ട് ഇപ്പൊ പെട്രോൾ ഇവർ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇത് അവസാനിപ്പിക്കും. കാരണം പഞ്ചായത്ത് ഇലക്ഷന്റെ മുന്നേ ഈ പ്രശ്നം പരിഹരിച്ച് തരാമെന്ന് ഉറപ്പ് പറഞ്ഞാ 2 തവണ അവിടെ വെച്ച് ചർച്ച നടത്തി. ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു, ഒരു നടപടിയുമില്ല. പക്ഷേ അത് പാർട്ടി പ്രവർത്തകർ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. കൽപ്പറ്റ ടൗൺ ബ്രാഞ്ച് അംഗമായിരുന്ന സമയത്താണ് ഈ പൈസ ഇവര് അടിച്ചോണ്ട് പോയത്. പറ്റിക്കപ്പെട്ടത് മുഴുവൻ നാട്ടിലെ CPM-കാരും DYFI-കാരുമാണ്. നൌഷാദ് പറയുന്നത് ശരിയാണ്. കാരണം എല്ലാ പാർട്ടി പ്രവർത്തകരിൽ നിന്ന്, പാർട്ടി നേതാക്കളിൽ നിന്നാണ് CPM നേതാക്കൾ പണം പിരിച്ചെടുത്തത്. 130 കോടി ഉണ്ടായിരുന്നു. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ നിക്ഷേപിച്ചവർക്കൊന്നും ഈ കാര്യം അറിയില്ല. സഹകരണ സ്ഥാപനമാണെന്ന് കരുതിയാണ് എല്ലാവരും പണം ഇട്ടത്. പക്ഷേ സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള വെറും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി, അതും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഇതിലേക്ക് 130 കോടിയോളം രൂപ നിക്ഷേപം വാങ്ങിയെടുത്തു. അതെല്ലാം ക്രമവിരുദ്ധമായിരുന്നു. എന്നിട്ടൊടുവിൽ ഈ പണം ഒരു സുപ്രഭാതത്തിൽ ഈ ഫാക്ടറി തകർന്നു എന്ന് പറഞ്ഞ് CPM നേതാക്കൾ കൈ കഴുകുകയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യം ഇതിൽ നടന്നിട്ടുണ്ട്. അതോടൊപ്പമാണ് പാർട്ടി തലത്തിൽ, പ്രത്യേകിച്ച് ഈ നൌഷാദിനെ പോലുള്ള ആളുകളൊക്കെ ഈ സ്ഥാപനത്തിൽ പണം നൽകിയത് CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിശ്വാസം കൊണ്ടുകൂടിയായിരുന്നു. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ലക്ഷക്കണക്കിന് രൂപയുള്ള പണം നിക്ഷേപിച്ചത്. എന്തായാലും ഇങ്ങോട്ടേക്ക് കൂടുതൽ CPM നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. നമുക്ക് കാണാം, സുരേഷ് താളൂർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ പാർട്ടി ആസ്ഥാനത്തേക്ക് ബ്രഹ്മഗിരിയിലെ ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് പ്രതികരണം കാണാം. സുരേഷ് താളൂർ, ഇപ്പോൾ ജീവൻ ഒടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് നൌഷാദൊക്കെ ഇവിടെ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM-നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ഈ ആളുകളൊക്കെ ഈ പണം ഇവിടെ നിക്ഷേപിച്ചത്? അല്ല, നൌഷാദിനോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പണമില്ലാത്തതുകൊണ്ട് കൊടുക്കാത്തല്ലോ, ഒരു സ്ഥാപനത്തിന് വന്നുള്ള സാമ്പത്തിക പ്രയാസമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൌഷാദിനോട് പറഞ്ഞാണ്, നൌഷാദിനോട് വീണ്ടും സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശ്രീ സുരേഷ് താളൂർ, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ, ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് എങ്ങനെയാണ് 130 കോടി രൂപ നിക്ഷേപം വാങ്ങിയത്? അതിനുള്ള എന്ത് റൈറ്റാണ്, എന്തിനുള്ള അവകാശമാണ്, അധികാരമാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഉള്ളത്? അല്ല, നിക്ഷേപമായിട്ടല്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ അംഗങ്ങളിൽ നിന്നുള്ള സംഭാവന വരെയാണ് സ്വീകരിച്ചത്. കാരണം അന്ന് നമ്മൾ ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ജനങ്ങളുടെ മൂലധനം ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി, ഇതൊരു ശരിക്കും ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ബദൽ പോലെയാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സഹായം സമയത്തിന് കിട്ടിയില്ല. അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് നമ്മൾ നമ്മുടെ തന്നെ അംഗങ്ങളിൽ നിന്ന്, നമ്മുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വായ്പയായിട്ട് വാങ്ങിയത്. അതിനോട് പലിശ കൊടുത്തുള്ള വസ്തുതയാണ്. പക്ഷേ അതിൻ്റെ നിയമവിരുദ്ധത ഉണ്ടാവും, പരിശോധിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഉൽപ്പാദനത്തിൽ വന്നിട്ടുള്ള നഷ്ടവും ചിലപ്പോൾ ചില ഈ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്തതിനുള്ള പ്രയാസങ്ങളുണ്ട്. അതുവഴി വന്നുള്ള സാമ്പത്തിക പ്രയാസം പൂട്ടിപ്പോയാൽ, സ്ഥാപനം പൂട്ടിപ്പോയാൽ ഇതൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് തുറന്ന് പ്രവർത്തിപ്പിച്ചുകൊണ്ട്
എങ്ങനെ ഈ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെ ഇതുവരെ ഞങ്ങൾ ആരോടും പണം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, പണം കൊടുക്കും. ഇപ്പോഴും ഞങ്ങൾ ശ്രമമാണ്. ഇപ്പൊ ഗവൺമെന്റ് 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ബജറ്റ്. യഥാർത്ഥത്തിൽ സമയക്കുറവുണ്ടെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളിൽ വരാം. എന്തായാലും പാർട്ടിയുടെ പ്രതികരണം അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ അടിമുടി നിയമവിരുദ്ധത നടന്നതാണ്. പ്രത്യേകിച്ച് ഈ പണമൊന്നും വാങ്ങിക്കാൻ, അങ്ങനെ 1 രൂപ പോലും വാങ്ങിക്കാനുള്ള വകുപ്പ്, അതിനുള്ള അധികാരം ഈ ബ്രഹ്മഗിരി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇല്ല. ശരി റോബിൻ, എന്തായാലും കൊടുക്കാമെന്ന് പറയുന്നു, ചർച്ച നടത്തുന്നു, പക്ഷെ ആർക്കും കൊടുത്തിട്ടില്ല. പാർട്ടിയെ വിശ്വസിച്ച വലിയ തുക നൽകിയ ആളുകളാണ് ഇപ്പോൾ ഇങ്ങനെ സമരവുമായി തെരുവിലിറങ്ങേണ്ട സ്ഥിതി വന്നിരിക്കുന്നത്. നൌഷാദുമായി എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നേതാക്കൾ ഉറപ്പായും സംസാരിക്കും. മുൻപ് കൊടുത്ത ഉറപ്പ് പോലെ അതാകാതിരിക്കട്ടെ. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് എത്താം.